ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോയമ്പിൽ 1-ാം ഞായർ. ഇന്നത്തെ ചിന്താവിഷയം പുറത്താക്കപ്പെട്ടവരോടും പാർശ്വസ്ഥിതരോടും ഒപ്പം, ബീയിങ് വിത്ത് ദി ഔട്ട്കാസ്റ്റ് ആൻഡ് മാർജിനലൈസ്ഡ്. തിരുവഴുത്തിലുടനീളം ദൈവം ജാതിഭ്രഷ്ടർക്കും അതിർവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം നിലകൊള്ളുകയും തൻ്റെ ജനത്തെ നിരന്തരം അങ്ങനെ ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവമാണ്. വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവായ ഗുസ്താവോ ഗുട്ടിയേറസ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം സാർവത്രികമാണ്, എന്നാൽ ദരിദ്രർക്കായി അവനൊരു മുൻഗണന നൽകുന്നു എന്നതാണ്. ഒന്നാമത്, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എസ്തേറിൻ്റെ വ്യക്തമായ നിലപാട് നാം കാണുന്നു. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ഭാഗത്ത്, ഒരു രാജ്ഞിയാണെങ്കിലും ഹാമാൻ്റെ കൽപ്പന പ്രകാരം അടിച്ചമർത്തൽ നേരിട്ട തൻ്റെ ജനമായ യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ പദവി പണയപ്പെടുത്താനാണ് തൻ്റെ വിളിയെന്ന് തിരിച്ചറിയുന്ന എസ്തേർ. മൊർദെഖായിയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തെ ഒന്നുകൂടെ ചൂടുപിടിപ്പിക്കുന്നു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടായേക്കാം. ഇത് നമ്മെ ചൂടുപിടിപ്പിക്കുന്നുണ്ടോ? എസ്തേറിനെ പോലെ എത്ര വില കൊടുത്തും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രണ്ടാമത്, സമൂഹം അരികുവൽക്കരിച്ച കുഷ്ഠരോഗിയെ സ്പർശിക്കുന്ന യേശുവിൻ്റെ നിലപാട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗം. യഹൂദ സമൂഹത്തിൻ്റെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യേശു അവനെ സ്പർശിക്കുകയും അവൻ്റെ അന്തസ്സ് വീണ്ടെടുക്കുകയും ചെയ്തു. സമൂലമായ അനുകമ്പ സഭ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. കയ്യടി കിട്ടുവാൻ വേണ്ടി പറയുന്ന വെറും വാക്കുകളല്ല. ഹി റീച്ച്ഡ് ഔട്ട് ആൻഡ് ടച്ച്ഡ് ഹിം. ക്രൂശിക്കപ്പെട്ട ദൈവം എന്ന ഗ്രന്ഥത്തിൽ യൂർഗൻ മോൾട്ട്മാൻ എഴുതുന്നത്, കഷ്ടതകൾ അനുഭവിക്കുന്നവരോടും തിരസ്കരിക്കപ്പെടുന്നവരോടും യേശുവിൻ്റെ ഐക്യദാർഢ്യം ദൈവസ്നേഹം നീതിമാന്മാരോട് മാത്രമല്ല, സമൂഹം വെറുക്കുന്നവരോടും കൂടിയാണെന്ന് പ്രകടമാക്കുന്നു. മൂന്നാമതായി, വിജാതീയരെ ഉൾപ്പെടുത്തിയ ആദിമസഭയുടെ നിലപാട്. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള ഭാഗം. വിജാതീയർ പൂർണ്ണമായും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാണെന്ന് യെരുശലേം കൗൺസിൽ സ്ഥിരീകരിച്ചു. അവരെ ഒഴിവാക്കുന്ന ഏതൊരു തടസ്സവും തള്ളിക്കളയുകയും ചെയ്തു. ദാവീദിൻ്റെ തകർന്ന കൂടാരത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നിലവിലുള്ള സമൂഹങ്ങൾക്ക് മാത്രമല്ല എല്ലാവരും ഉൾപ്പെടുന്നുവെന്ന് വിശുദ്ധ യാക്കോബ് പ്രഖ്യാപിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പ്രതികരണത്തിൽ ഇന്നത്തെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സമൂലമായ ഉൾപ്പെടുത്തലിന് ആദ്യകാല സഭ ഒരു മാതൃക സ്ഥാപിച്ചു. ഇന്ന് നാം എവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ CMS മിഷണറിമാർ തുടക്കത്തിൽ മലങ്കര സഭയോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും സമൂഹത്തിൽ നിലനിന്നിരുന്ന ആഴത്തിലുള്ള ജാതി വിവേചനം കണ്ടപ്പോൾ ആ ദൗത്യം ഉപേക്ഷിച്ച് അതിർവൽക്കരിക്കപ്പെട്ടവരിലേക്ക് തിരിഞ്ഞുവെന്ന് നാം കാണുന്നു. ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ പറയുന്നത്, എ ചർച്ച് ദാറ്റ് സീസ് ക്രൈസ്റ്റ് ഇൻ ദ പൂർ ആൻഡ് മാർജിനലൈസ്ഡ് ഈസ് എ ചർച്ച് ദാറ്റ് ട്രൂലി അണ്ടർസ്റ്റാൻഡ്സ് ദ ഗോസ്പൽ. സുവിശേഷത്തെ മനസ്സിലാക്കുന്ന സഭ ദരിദ്രരിലും അരികുവൽക്കരിക്കപ്പെട്ടവരിലും യേശുവിനെ കാണുന്നു എന്നതാണ്. എസ്തേറിൻ്റെ ധൈര്യത്തിലും യേശുവിൻ്റെ അനുകമ്പയിലും ആദിമസഭയുടെ സമൂലമായ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടും നമുക്ക് ഇന്ന് ഏറ്റെടുക്കാം. സഭ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മുൻഗണന നൽകിയേ തീരൂ. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള വിളിയെ മനസ്സിലാക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും തിരസ്കരിക്കപ്പെട്ടവരോടും സഭയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും സഭ അവരോട് കൂടെ നിൽക്കുവാനും ഈ കാലങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ വരുന്നു ക്രൂശിൽ സാധു
രക്ഷിക്ക എന്നെ